തൃശൂർ DCCക്ക് മുൻപിൽ ഒറ്റയാൾ പ്രതിഷേധം. നാട്ടിക സ്വദേശിയായ കോൺഗ്രസ് പ്രവർത്തകൻ ഇസ്മായിൽ അറക്കലാണ് പ്രതിഷേധിക്കുന്നത്. പ്ലക്കാർഡുമായാണ് പ്രതിഷേധിക്കുന്നത്. കെ മുരളീധരനെ കുരുതി കൊടുത്ത TN പ്രതാപനും ജോസ് വള്ളൂരും രാജിവെക്കുക എന്ന ആവശ്യം ഉന്നയിച്ചാണ് പ്രതിഷേധം. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി തിയോഫിൻ ചേരുന്നുണ്ട് തത്സമയം. തിയോഫിൻ, തൃശൂർ വല്ലാത്ത തലവേദന കോൺഗ്രസിന് സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒറ്റയാൾ പ്രതിഷേധം നടത്തുന്നയാളുടെ ആവശ്യം പ്രധാനമായും ഇവരുടെ രാജി തന്നെയാണോ? TN പ്രതാപൻ്റെയും DCC അധ്യക്ഷൻ്റെ രാജി തന്നെയാണോ? തിയോഫിൻ, എന്താണ് നിലവിൽ ഒറ്റയാൾ പ്രതിഷേധം നടത്തുന്നയാളുടെ ഒരു ആവശ്യം? വലിയ തരത്തിലുള്ള പ്രതിഷേധം തൃശൂർ DCCക്കെതിരെ TN പ്രതാപനെതിരെ ഉയരുകയും ചെയ്യുന്നു. 86,000 വോട്ട് എങ്ങനെ പോയി എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. തീർച്ചയായും സിജോ, ആ ചോദ്യം തന്നെയാണ് ബാക്കിയാവുന്നത്. ഇതിലാണ് പ്രതിഷേധം, ഒന്നൊന്നായുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ ഒരു ഒറ്റയാൾ പ്രതിഷേധമാണ്. നാട്ടിക സ്വദേശിയായ ഇസ്മായിൽ അറക്കലാണ് ഇന്നിപ്പോൾ പ്രതിഷേധിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു പ്ലക്കാർഡ് കയ്യിൽ പിടിച്ചുകൊണ്ടാണ്. ആ പ്ലക്കാർഡിൽ പറയുന്നുണ്ട്, കെ മുരളീധരനെ കുരുതി കൊടുത്ത വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ, KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപനും ജില്ലാ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും രണ്ടുപേരും രാജിവെക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. ഇത് ഉന്നയിച്ചുകൊണ്ട് DC ഓഫീസിൻ്റെ മുന്നിലാണ് ഇദ്ദേഹം ഇപ്പോൾ ഒറ്റയാൾ പ്രതിഷേധം നടത്തുന്നത്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എന്താണ് ഇതിന് കാരണമെന്ന്. എന്താണ് ഇപ്പോൾ ഒരു ഒറ്റയാൾ പ്രതിഷേധത്തിന് ഒരുങ്ങിയതിന് കാരണം? ഒരു ഒറ്റയാൾ പ്രതിഷേധം മാത്രമല്ല, ഇത് വരും ദിവസങ്ങളിൽ ഇനി വലിയ വലിയ പ്രതിഷേധങ്ങൾ ഈ TN പ്രതാപനെതിരെയും DCC നേതൃത്വത്തിനെതിരെയും ഉണ്ടാകും. കാരണം ഇത് കുറേ പ്രവർത്തകരുടെ, കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു വികാരമാണ് എന്നിലൂടെ ഞാൻ ഇവിടെ നടപ്പിലാക്കുന്നത്. കാരണം ഈ പ്രതിഷേധം നടത്തുന്നത് ഇനി ഇത് വരും ദിവസങ്ങളിൽ ഈ DCC നേതൃത്വത്തിനെതിരെയും പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചെയർമാനായ TN പ്രതാപനെതിരെയും ഈ ജില്ലയിൽ വലിയ പ്രക്ഷോഭവും വലിയ പ്രതിഷേധവും ഉണ്ടാകും. തീർച്ചയായിട്ടും പൊതുയോഗങ്ങളിൽ TN പ്രതാപനെ തടയുന്നതടക്കമുള്ള എല്ലാ പ്രവർത്തനങ്ങളും അദ്ദേഹത്തെ ഈ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കാതെ ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് നടപടിയെടുക്കുന്നത് വരെ പ്രതിഷേധവുമായി ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ, നേതാക്കളല്ല, ഭാരവാഹിത്വം ആഗ്രഹിക്കുന്ന കോൺഗ്രസ് നേതാക്കളല്ല, അല്ലാത്ത കോൺഗ്രസ് പ്രവർത്തകർ തീർച്ചയായിട്ടും TN പ്രതാപനെതിരെയും ഈ DCC നേതൃത്വത്തിനെതിരെയും ശക്തമായി മുന്നോട്ട് പോകും, പ്രതിഷേധിക്കും. യാതൊരു സംശയവും വേണ്ട. ഇത് വരും കാലങ്ങളിൽ ഇവരെ മാറ്റിയില്ലെങ്കിൽ, നേതൃത്വ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയില്ലെങ്കിൽ വരും കാലങ്ങളിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളും മറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളും അത് വലിയ ദോഷമായി ഈ പാർട്ടിക്ക് തീരും, കോൺഗ്രസ് പാർട്ടിക്ക് തീരും. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത DCC പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങൾക്ക് മുൻപ് ഈ കേരളത്തിൽ നടന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ AK ആൻ്റണി ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് 18 സീറ്റിൽ പരാജയപ്പെട്ടപ്പോൾ, 19 സീറ്റിൽ പരാജയപ്പെട്ടപ്പോൾ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെച്ചതുപോലെ ഇവിടെ ഇത്രയും വലിയ ദയനീയ പരാജയം, കേരളത്തിൽ ഏറ്റവും വലിയ ദയനീയ പരാജയം കോൺഗ്രസിന് ഈ മണ്ഡലത്തിലാണ് ഉണ്ടായത്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിനോടൊപ്പം അദ്ദേഹത്തിന് ഇരിക്കുന്ന പദവിയോട് എന്തെങ്കിലും ആത്മാർത്ഥതയും കടപ്പാടുമുണ്ടെങ്കിൽ അദ്ദേഹവും രാജിവെച്ച് ഈ പാർട്ടി പ്രവർത്തകർക്ക്, മറ്റുള്ള നേതാക്കൾക്ക് മാതൃക കാണിക്കണം. അതുപോലെ തന്നെ TN പ്രതാപനെതിരെ ശക്തമായ നടപടി AICCയുടെ ഭാഗത്തുനിന്നും KPCCയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. അദ്ദേഹം സ്വന്തം പഞ്ചായത്തിൽ പോലും നിലവാരമുള്ള പ്രകടനം കാഴ്ചവെക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. തളിക്കുളം പഞ്ചായത്തിൽ ആ TN പ്രതാപൻ ഈ പാർട്ടിയെ നയിക്കുവാൻ യാതൊരു യോഗ്യനുമല്ല. അതുകൊണ്ട് തന്നെ സ്വന്തം മണ്ഡലത്തിൽ നിന്ന് പ്രവർത്തനം വീണ്ടും തുടങ്ങുവാൻ TN പ്രതാപനോട് അഭ്യർത്ഥിക്കുകയാണ്. അങ്ങ് ഈ പ്രതിഷേധവുമായി രംഗത്തെത്തിയതിന് ഒരു കാരണം കൂടി, ഇപ്പോൾ ഇന്നലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം ഉന്നയിച്ചിരുന്നു. TN പ്രതാപനും ജോസ് വള്ളൂരും ഉൾപ്പെടെയുള്ള ഒരു ഗ്രൂപ്പാണ്, അവരാണ് കെ മുരളീധരനെ ചതിച്ചതെന്ന്. അങ്ങനെ അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? അതോടൊപ്പം തന്നെ അങ്ങേക്ക് അറിയാവുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ വിശ്വാസം അങ്ങനെയാണോ? ഉത്തരവാദിത്തമുള്ള സ്ഥാനം ഏറ്റെടുത്തത് TN പ്രതാപൻ സ്വന്തമായിട്ടാണ്. അതായത് ഇതിൻ്റെ സ്വന്തമായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കുന്നത് ഒരു MP ആണ്. ആ MP അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ ഭംഗിയായി നിർവഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിനല്ലേ ഉത്തരവാദിത്വം. അതായത് ഇവിടെ പൊതുയോഗങ്ങൾ നടന്നില്ല, ഇവിടെ മുതിർന്ന നേതാക്കൾ വന്നില്ല, ഇവിടെ കുടുംബയോഗങ്ങൾ നടന്നില്ല, ഇവിടെ റാലികൾ നടത്തിയില്ല, ഇവിടുത്തെ എല്ലാ പരിപാടികളും മന്ദഗതിയിലാക്കി. ഈ ഉത്തരവാദിത്വം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചെയർമാനാണ്. എത്ര അവലോകന യോഗങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്? ഏതെങ്കിലും നിയോജക മണ്ഡലത്തിൽ അവലോകന യോഗങ്ങൾ നടന്നു? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു.
തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നിയോജകമണ്ഡലം അവലോകനങ്ങളും മണ്ഡലം യോഗങ്ങളും നടന്നത്. അപ്പോൾ ഇതൊന്നും അവർ മുൻകൂട്ടി ഈ പരാജയം കണ്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കെ മുരളീധരനെ ഇവിടെ നിർത്തി ബലിയാടാക്കിയതിൻ്റെ ഉത്തരവാദിത്വം അത് ടി എൻ പ്രതാപനും അതുപോലെ തന്നെ അദ്ദേഹത്തെ ചാരി നിന്ന DCC പ്രസിഡന്റുമാണ്. അതിൽ യാതൊരു സംശയം വേണ്ട. DCC പ്രസിഡന്റ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞു. അദ്ദേഹത്തിൽ ആ ധാർമ്മികത വെച്ചുകൊണ്ട് അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകണമെന്ന് ആഗ്രഹം. കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്ന അതേ ദിവസം തന്നെയാണ് TN പ്രതാപൻ അന്ന് രാവിലെ മുതൽ അദ്ദേഹം പ്രതാപൻ്റെ പേരിലുണ്ടായിരുന്ന ചോരെഴുത്തുകളൊക്കെ മാച്ച് മുരളീധരൻ്റെ പേരിലേക്ക് മാറ്റി എഴുതിച്ചു. പ്രതാപൻ തന്നെ എഴുതുന്നത് നമ്മളെല്ലാവരും കണ്ടതുമാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങിയ ഒരാൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമായ നാട്ടികയിൽ പോലും പ്രചരണത്തിന് എത്തിയില്ല എന്നൊരു ആക്ഷേപമുണ്ട്. ശരിയാണോ അത്? ശരി തിയോഫിൻ, ഏതായാലും ഇസ്മായിൽ പറയുന്നതിൽ കാര്യങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം നിയോജക മണ്ഡല യോഗങ്ങൾ പോലും ചേർന്നില്ല. ഇത് ഏതായാലും ഈ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് TN പ്രതാപനും DCC അധ്യക്ഷനും അടക്കം ഉള്ളവർ അതിൻ്റെ ഉത്തരവാദിത്വം പറയേണ്ടി വരും. നിരവധി തലകൾ ഉരുളേണ്ടി വരുമെന്ന് തന്നെയാണ് ബോധ്യമാകുന്നത്. ഏതായാലും ഇസ്മായിൽ പറഞ്ഞതിൽ കുറേയധികം കാര്യങ്ങൾ ഉണ്ടെന്ന് തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങളാണ് തിയോഫിൻ നൽകിയത്.